സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലും ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉചിതമായ പരിഗണന നൽകാതെ 4ാം നിരയിലേക്ക് ഇരിപ്പിടം മാറ്റിയത് വിവാദമാണ്. വികസിത ഭാരതം 2047 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ഇതാണ്. 2047 വികസിത ഭാരതം സമർത്ഥിക്കാൻ അതിവേഗ പുരോഗതി സമസ്ത മേഖലയിലും രാജ്യത്തുണ്ടാകുന്നു എന്ന് പ്രധാനമന്ത്രി വിവരിച്ചു. വികസിക്കുന്ന ഇന്ത്യയിൽ മാറേണ്ട സുപ്രധാന ഘടകങ്ങളിലൊന്ന് സിവിൽ നിയമങ്ങളാണ് എന്ന സംഘപരിവാർ ആശയം വ്യക്തതയോടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഒളിമ്പിക്സ് കായിക താരങ്ങൾക്കൊപ്പം 4ാം നിരയിലായിരുന്നു ഇരിപ്പിടം. ഇക്കാര്യത്തിലെ അനൗചിത്യം ബോധ്യപ്പെട്ടെങ്കിലും തിരുത്താൻ അധികൃതർ തയ്യാറായില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ടെങ്കിലും സംഘപരിവാർ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റുദാഹരണങ്ങളും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ സുലഭം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്തിന് അനിവാര്യമാണ്. ബംഗ്ലാദേശ് വിഷയത്തിലെ സംഘപരിവാർ ആശങ്കകളും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ആവർത്തിച്ചു. ബംഗാൾ സർക്കാരിനെ പരോക്ഷമായി ലക്ഷ്യമിട്ട പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ സംസ്ഥാനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് നിർദ്ദേശിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ഏകീകൃത സിവിൽ കോഡ് ഇവയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ 3 പ്രധാന രാഷ്ട്രീയ അജണ്ടകൾ. ഇതിൽ ആദ്യ 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തിനുള്ളിൽ തന്നെ നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മതേതര സിവിൽ കോഡ് രാജ്യത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24.